നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിത്യ ഹരി, ഹരി ഇപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഒരു നിമിഷം എനിക്ക് മാറി ചിന്തിച്ചൂടെന്ന്. പറ്റുന്നില്ല. ഹരിയുടെ ജീവിതമേ നീ അങ്ങ് നശിപ്പിച്ച് കളയുമ്പോഴേ അത് വേറെ ആരെങ്കിലും കയ്യിലോട്ട് എടുക്കുന്നു താലോലിക്കുമെന്ന് നീ ഓർക്കണമായിരുന്നു. ഏതാ പിന്നെ അത് കാണുമ്പോഴുള്ള നിന്റെ അസൂയ, അതെ അതൊരു തരം ഭ്രാന്ത. ഭ്രാന്തന്മാർക്കുള്ള പ്രത്യേകത എന്താണെന്ന് എന്റെ മോക്ക് അറിയോ? അവര് പറയാനുള്ളത് ഒച്ചത്തിൽ അങ്ങോട്ട് പറയും. പിന്നെ കുറെ കഴിയുമ്പോ ഒരാളും അതുകൊണ്ട് ശ്രദ്ധിക്കാതെ വരും. മോളൊരു കാര്യം ചെയ്, ഇവിടെ നിന്ന് ഒരുപാട് ചിന്തിച്ചു കൂട്ടാതെ അകത്തോട്ട് ചെല്ല്. ചെല്ല് 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 ചെല്ല്. ആ മിഴിക്കാതെ പോ. ചാം ചക്ക ചും ചക്ക ചുംബനം ചക്ക ഛ ചാം ചക്ക ചും ചക്ക ചുംബനം ചക്ക ഛ ഛ. തള്ളു 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 തല്ലിപ്പൊളി വണ്ടി. ആ പായ. തള്ളു 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 തല്ലിപ്പൊളി വണ്ടി. ഹരി, നാളെ രജിസ്റ്റർ ഓഫീസിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ നിയമപരമായിട്ട് നമ്മൾ ഭാര്യയും ഭർത്താവും ആവും. പിന്നെ ഒരിക്കലും നമുക്ക് ഈ കുരിക്കിന്ന് രക്ഷപ്പെടാനാവില്ല. എനിക്കതറിയാം. പക്ഷേ ഞാനും ഇതിൽ അകപ്പെട്ടിരിക്കുകയല്ലേ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി ആദ്യം വെറും കളിയായിട്ടൊരു കല്യാണം, പിന്നെ അവരെയും വിശ്വസിപ്പിക്കാൻ ഇപ്പൊ ഇതും. ഒന്ന് പൊട്ടിത്തെറിക്കാനോ പൊട്ടിക്കരയാനോ സ്വാതന്ത്ര്യം പോലും ഇല്ലാതായി പോയല്ലോ. നിത്യ, ഹരി, ഹരി ഇപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഒരു നിമിഷം എനിക്ക് മാറി ചിന്തിച്ചൂടെന്ന്. പറ്റുന്നില്ല. എന്റെ മനസ്സങ്ങനെ പാകപ്പെടുന്നില്ല. എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ? എഴുന്നേക്ക്. പണ്ട് അമ്മാവൻ എന്നെ കളിയാക്കുമായിരുന്നു. കൂട്ടുകാർക്കൊരു പ്രശ്നം വന്നാല് എനിക്ക് വാലിൽ തീ പിടിച്ച പോലെയാണെന്ന്, പിന്നെ അത് അവസാനിക്കാതെ കിടന്നുറങ്ങില്ല എന്ന്. ഇപ്പൊ ഏറ്റവും നല്ലൊരു ചങ്ങാതിക്ക് പ്രശ്നം വന്നപ്പോ എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ലല്ലോ. മാപ്പ്. അതല്ലാതെ ഈ അവസ്ഥയിൽ നമ്മൾ എന്താ പരസ്പരം പറയുക, അല്ലേ? വീണു പോകുന്നവരെല്ലാവരും പറയുന്നൊരു വാക്കുണ്ട്,
ലോകത്തിൽ ആർക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഒരുപാട് വായിച്ചു കൂട്ടിയിട്ടുണ്ട്, കുറെയൊക്കെ എഴുതി കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു വരി പോലും മനസ്സിൽ തോന്നുന്നില്ല. ശൂന്യതയാ, വല്ലാത്തൊരു ശൂന്യത. ഒരു രാത്രിയുണ്ട് നമ്മുടെ മുന്നിൽ. നമ്മൾ തോൽക്കണോ ജയിക്കണോ എന്ന് ദൈവം തീരുമാനിക്കട്ടെ. അല്ല, അവനെന്താ കഴിക്കാൻ വരാത്ത? അറിഞ്ഞൂടമ്മേ, കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട. വെറുതെ ചെന്ന് വിളിച്ച് എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ? കഴിക്കാൻ കൂടെ വിളിച്ചില്ലെങ്കിൽ അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ? നാളെ രാവിലെ രജിസ്ട്രേഷൻ കഴിയുന്നത് വരെ ആരെന്ത് കാണിച്ചാലും സഹിച്ചല്ലേ പറ്റൂ. അമ്മ, அந்த பிரச்சனத்துக்கு ശേഷം நான் அவரை பார்க்கவே இல்லை. முறையில் இருக்கவோ இல்லைன்னு தெரியாது. நான் போய் பார்த்துட்டு வராமா. ശരവണ, ഞാൻ പോയി നോക്കിക്കോളാം. അമ്മ ഇവിടെ ഇരിക്കെ, ശരവണൻ നോക്കിയിട്ട് വരട്ടെ. ஆமாம்மா, പോയി നോക്കിയിട്ട് വാ ஆ ശരവണൻ. வருதம்மா. നിത്യേച്ചോടുള്ള ദേഷ്യം ഏട്ടൻ കൂടുതൽ പ്രകടിപ്പിക്കുന്നത് അമ്മയോടാ. അതുകൊണ്ടാ പോവണ്ടെന്ന് പറയുന്നേ. जीवा सर, जीवा सर, जीवा सर, जीवा सर. അവര് മുറിയിലില്ലേ? ഇതിനകത്തുമല്ല. എങ്ങോട്ട് പോയിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. அம்மா, அம்மா வந்து உட்கார்ந்து சாப்பிடுங்க. வாமா, வாங்க. എന്തായി? എങ്കയോ தெரியாது. കല്യാണം കൺമുമ്പിൽ കാണണ്ടെന്ന് പറഞ്ഞ് എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും അമ്മേ. അത്തരം തോന്നലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെല്ലാം അവൻ തന്നെ മുന്നിട്ടിറങ്ങുമോ? കാണാതിരിക്കുമ്പോ സമാധാനിക്കല്ല, പേടിക്കുകയാണ് വേണ്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.